നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്താണ് ഇപ്പൊ അമ്മയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് ഇരിക്കുന്നത്? ശ്വേതാ മേനോനെതിരെ ആദ്യം വിചിത്രമായ ഒരു കേസാണ്. ഞാൻ ശരിക്കും പറഞ്ഞ ഈ വാർത്തകളൊന്നും ഞെട്ടി ആദ്യം നമുക്ക് മനസ്സിലായില്ല എന്താണ് സംഭവം. ശ്വേതാമേൻ്റെ പേര് കേസെടുത്തു എന്ന് കാണുന്നു. പിന്നെ അനാശാസ്യ നിരോധന നിയമപ്രകാരം IT ആക്ട് ആണെന്ന് പറയുന്നു. അവർ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചു എന്ന് പറയുന്നു. പിന്നീട് അവർ ഫോൺ സൈറ്റുകളുടെ ഇത് കാണിച്ചു എന്നൊക്കെ പറയുന്നു. അങ്ങനെ കേസെടുത്തിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്താ മനസ്സിലായിരിക്കുന്നത്? അവന് ചിത്രങ്ങൾ നിർവേദത്തിന്റെ 2ാം ഭാഗം അഭിനയിച്ചു. അതുപോലെ മറ്റേ പ്രസവം കാണിച്ചൊരു സിനിമയുണ്ട്, ബ്ലസ്സിയുടെ സിനിമ. ഇതൊക്കെ ഒരുപാട് കാലം മുമ്പ് നടന്ന സംഭവങ്ങൾ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നത്. മാത്രമല്ല ഇങ്ങനെ വരാൻ കാര്യം എന്താ? സംശയം ഉണ്ട് അക്കാര്യത്തിൽ. അമ്മയെ തെരഞ്ഞെടുപ്പ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. പക്ഷെ അവർ ഏത് സ്ഥാനാർത്ഥിയാണ് ദേവൻ ഇങ്ങനെ ചെയ്യും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരിക്കലും ചെയ്യില്ല. വളരെ മാന്യനായ മനുഷ്യനാണ്. ഞാൻ ഈ വിവരം അറിയുന്നത്, ഞാൻ ഈ അമ്മയുമായി ബന്ധപ്പെട്ട വാർത്തകൾ സ്ഥിരം കൈകാര്യം ചെയ്യുന്നത് അറിയാലോ. അപ്പം ഞാൻ ഈ അമ്മയിലെ മത്സരിക്കുന്ന എല്ലാവരോടും തന്നെ സംസാരിച്ചു. ഈ നാളുകളിൽ എല്ലാ സ്ഥാനാർത്ഥികളോടും സംസാരിച്ചു. മാത്രമല്ല പ്രധാനപ്പെട്ട പല സിനിമാ താരങ്ങളോടും സംസാരിക്കുകയും അവരുന്നയിക്കുന്ന വിഷയങ്ങൾ വിശദമായി അന്വേഷിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ എത്രയോ സ്റ്റോറികൾ ചെയ്തു അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമായി, ഇതിനു മുമ്പില്ലാത്തതിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി അമ്മയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. മമ്മൂട്ടി മോഹൻലാൽ മത്സരിക്കാൻ അവിടെ ഇല്ലെങ്കിൽ അതാണ് അതായത് അവരുടെ ഒരു കൺട്രോൾ ഇല്ലാതെ വന്നപ്പോൾ എല്ലാവരും ഇറങ്ങിയാണ്. മോഹൻലാൽ കംപ്ലീറ്റ്ലി എന്താണേലും ആയിക്കോട്ടെ മാറുന്നു. മോഹൻലാലിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ കുറേ കാലമായി അമ്മയെന്ന് പറയുന്ന സംഘടനയെ മോഹൻലാൽ നയിക്കുകയാണ്. വാസ്തവത്തിൽ മോഹൻലാൽ അതിൻ്റെ ആവശ്യമില്ല. അമ്മയെ നിന്നിട്ട് ആരെ സോപ്പിട്ടിട്ട് മോഹൻലാൽ പൈസ ഉണ്ടാക്കാനില്ല. പക്ഷെ മോഹൻലാൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ആ വിഷയം എന്തുകൊണ്ടാണ് അടുത്ത നിര നായകന്മാർ, അടുത്ത റോ ഉണ്ടല്ലോ, എത്രയോ ഒരുപാട് പേരുണ്ട്, അവരാണല്ലോ കൂടുതൽ. അവരാരും രംഗത്ത് വരാത്തത്, അവരാരും മീറ്റിങ്ങിന് വരാറില്ല, അവരാരും വോട്ട് ചെയ്യാൻ വരാറില്ല. അവരൊക്കെ അതേസമയം ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പം ഈ അമ്മയുടെ പൊതു താല്പര്യത്തിന് നിരക്കാത്ത തരത്തിൽ അഭിപ്രായം പറഞ്ഞ് കയ്യെടുന്നു. ചാടി വീണ് അപ്പം തന്നെ മാധ്യമങ്ങളെ കാണുന്നു, ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. അപ്പം ഇതുകൊണ്ടാണ് മോഹൻലാൽ മാറുന്നത്. മമ്മൂട്ടിയുടെ അനാരോഗ്യം, ഈ മമ്മൂട്ടിയുടെ അനാരോഗ്യത്തെക്കുറിച്ച് ഞാനെന്ന് പറഞ്ഞപ്പോൾ അതിപ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാനെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു തെറിവിളിയായിരുന്നു. മാർച്ച് ആദ്യമാണ്. അപ്പോൾ അതിനോടന്ന് പറഞ്ഞ മാർച്ച് ഒടുവിൽ ദുബായിൽ മമ്മൂട്ടിക്ക് ഒരു പരിപാടി, അന്ന് അവിടെ കാണുമ്പോൾ നിനക്ക് മറുപടി തരാമെന്ന് പറഞ്ഞാൽ ആണ് ഒരുത്തരം എൻ്റെ ചരമക്കോളത്തിൽ എൻ്റെ പടം ഒട്ടിച്ചത്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മമ്മൂട്ടിയെ പിന്നെ ആരും കണ്ടിട്ടില്ല. മമ്മൂട്ടിയുടെ ആരോഗ്യം തിരിച്ചു കിട്ടുന്നതാണ് എൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാർത്ത. മമ്മൂട്ടിക്ക് ആരോഗ്യവാനായി വന്നുകൊണ്ടിരിക്കുന്നു. മമ്മൂട്ടി വൈകാതെ തന്നെ അഭിനയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവർ രണ്ടുപേരും മാറി. സുരേഷ് ഗോപി ഇടക്കാലത്തൊരു താല്പര്യം കാണിച്ചെങ്കിലും സുരേഷ് ഗോപിയും താല്പര്യക്കുറവ്, കേന്ദ്രമന്ത്രിയൊക്കെ അങ്ങ് മാറി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമായി എത്ര ഭൈമികാവുമ്പോൾ ഈ പദവിയിലേക്ക് നേരത്തെ ഉണ്ടായിരുന്നു നമ്മൾ. അത്ഭുതം. ഈ രണ്ടുപേരും ഇല്ല എന്ന് പറഞ്ഞു. എന്നാ ഞാനുണ്ടെന്ന് പറഞ്ഞ് ഒരു വലിയ ആകപ്പാട് 500 അംഗങ്ങളേ ഉള്ളൂ. അതിൽ പരമാവധി വോട്ട് ചെയ്യുന്ന 350 പേരാണ്. പലരും കേരളത്തിൽ പോലും ഇല്ലെന്ന്. കേരളത്തിലില്ല, അമേരിക്കയിലൊക്കെയാണ്. സുചിത്രക്ക് അമേരിക്കയിലാണ്, ചെന്നൈയിലുള്ളവരുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ കാലടി ഓമന ചേച്ചിയെ വിളിച്ചു. കാലടി ഓമന ചേച്ചി വിളിച്ചു. ഓമന ചേച്ചി പറഞ്ഞു, യോ മോനെ ഞാൻ പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു സന്തോഷമുള്ള കാര്യമല്ലേ, സന്തോഷം. പഴയ ആൾക്കാരൊക്കെ അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇതൊരു ഉത്സവമായി കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ കേസിലേക്ക് നമുക്ക്, അപ്പോൾ അമ്മയിലെ ഭിന്നതയാണ് മെയിൻ പ്രശ്നം. അമ്മയുടെ ഭാരവാഹികളാണെങ്കിൽ അവരുടെ പേര് ക്രിമിനൽ കേസൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള, അതുകൊണ്ടാണ് ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ശ്വേതാ മേനോനെയും കുക്കു പരമേശ്വരനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് സ്ത്രീകളായ നടികൾ തന്നെ കുറച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. പൊന്നമ്മ ബാബുവും ഉഷാ ഹസീന, പ്രിയങ്കയോ, അവരെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇത് ഇവരിലുള്ള ഇടയിലുള്ള ഒരു പടലപ്പിണക്കവും പകപോക്കലുമാണ്. വാസ്തവത്തിൽ ഞാൻ കരുതുന്നത് ഇതിപ്പം ഞെട്ടിക്കുന്നതാണ്. ഞാൻ ആ FIR വായിച്ചു. ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. FIRന്റെ അകത്ത് ഇട്ടിരിക്കുന്ന വകുപ്പുകൾ രാജ്മോഹൻ അറിയാമോ? അനാശാസ്യ നിരോധന നിയമം, 2 നിയമം. IT ആക്ട് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. IT ആക്ടിൽ ഒരു വകുപ്പേ ഉള്ളൂ കഠിനം, ബാക്കി ഒന്നും കഠിനമല്ല. ആ വകുപ്പ് എന്ന് പറയുന്നത് 67A ആണ്. IT ആക്ട് 67A ഇട്ടാണ് പലപ്പോഴും ഈ നിരപരാധികളെ മനുഷ്യരെ പൂട്ടുന്നത്. എനിക്കെതിരെ ആ വകുപ്പ് ഇതുവരെ വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വരും എന്നറിയാവുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ എന്തെങ്കിലും എലമെൻ്റ് ഉള്ളത് ഒഴിവാക്കും. അപ്പം ഞാൻ പറഞ്ഞ അത് ഒരു പ്രധാനമായും ഈ IT ആക്ട് 67A എന്ന് പറയുന്നത് നമുക്ക് ആർക്കെതിരെ എടുക്കേണ്ടതല്ല. ഒരു അശ്ലീല വസ്തു, ഒരു അശ്ലീലം, ഒരു പോണ അല്ലെങ്കിൽ ഒരു പോണ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നീലച്ചിത്രം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ അതിനിടേണ്ടതാണ് ഈ വകുപ്പ്. ഡൗൺലോഡ് ചെയ്താൽ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അത് ഡൗൺലോഡ് ചെയ്താൽ ഇതിന് ഈ വകുപ്പ് വരില്ല. പ്രചരിപ്പിച്ചാലാണ് IT ആക്ട് 67A വരുന്നത്. ഈ വകുപ്പിട്ടാണ്
നമ്മുടെ മംഗളം ചാനൽ പൂട്ടിയത്. അതെ, അന്നത്തെ കാരണം അവരത് സംപ്രേഷണം ചെയ്തു. ശശീന്ദ്രൻ മന്ത്രിയുടെ ശശീന്ദ്രന്റെ ഒറിജിനൽ വൃത്തികേട് ഇവർ സംപ്രേഷണം ചെയ്തു. വൃത്തികേട് പറഞ്ഞാൽ കുഴപ്പമില്ല, വൃത്തികേട് പ്രചരിപ്പിച്ചാൽ കുഴപ്പമില്ല. നിയമം അങ്ങനെയാണ്. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ വകുപ്പാണ്. അപ്പം ശ്വേതാ മേനോൻ എന്തെങ്കിലും അശ്ലീലം റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അല്ലെങ്കിൽ അവരുടെ പേരായിരുന്നു സൈറ്റ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഒരു തരത്തിൽ അവർ പ്രചരിപ്പിച്ചിട്ടില്ല. രണ്ടാമത്തേത് അതിനേക്കാൾ കഠിനമാണ്. ഇമ്മോറൽ ട്രാഫിക് ആക്ട് എന്ന് പറഞ്ഞാൽ 56 തുടങ്ങിയ ആ നിയമം അത് ഇപ്പോഴും ഉണ്ടെന്നുള്ളത് എന്നെ ഞെട്ടിക്കുന്നു. ആണിനും പെണ്ണിനും ഒരുമിച്ച് താമസിക്കാന്നുള്ള സൗകര്യം പോലും അല്ല, അതുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ ഇമ്മോറൽ ട്രാഫിക് ആക്ടിൻ്റെ അകത്ത് വേശ്യാവൃത്തി നടത്തുകയോ വേശ്യാവൃത്തിക്കുള്ള സംവിധാനം ഒരുക്കുകയോ ചെയ്താൽ കേസെടുക്കാം. എനിക്ക് തോന്നുന്നു പണമിടപാട് നടന്നാലൊക്കെ പ്രശ്നമാണ്. അതെ. അപ്പം ഇവിടെ ഞാൻ ആ FIR വായിച്ചു നോക്കി. ഇതിൻ്റെ അകത്ത് ശ്വേതാ മേനോൻ വേശ്യാവൃത്തി നടത്തുന്നെന്നും ശ്വേതാ മേനോൻ വേശ്യാലയം നടത്തുന്നുവെന്നുമാണ് ഇതിനകത്ത് ആരോപണം. അപ്പം ഞാൻ പറഞ്ഞത്, ആരോ ഒരാൾ അന്തരീക്ഷത്തിൽ നിന്നും ഒരു കഥ ഉണ്ടാക്കുന്നു. ആ കഥ അയാൾ സ്വപ്നം കണ്ടതായിരിക്കാം, അയാളുടെ ആഗ്രഹമായിരിക്കാം. അയാൾ ഈ സ്വപ്നം കണ്ടിട്ട് അയാൾ ഒരു പക്ഷേ രാത്രി കിടന്നപ്പം ശ്വേതാ മേനോൻ അയാൾ സ്വപ്നം കണ്ടു കാണും. ഈ സ്വപ്നം അയാൾ പകർത്തി വെക്കുന്നു. ആ പകർത്തി വെച്ചിട്ട് ഇങ്ങനെ അതിനകത്ത് പറയുന്നത് കുട്ടികളുടെ ലൈംഗികത വിൽക്കുന്നു, അവരുടെ ശരീരം വിൽക്കുന്നു, വൃത്തികേട് കാണിക്കുന്നു, പ്രസവം അവർ പ്രസവം കാണിച്ചിട്ടുണ്ട് സിനിമയ്ക്കകത്ത്. അതും സഭ്യതയുടെ പള്ളിൽ സെൻസർ ബോർഡ് സെൻസർ ചെയ്ത് കാണിച്ചത് ഒരു കുഴപ്പമില്ല, അല്ലാതെ വന്നിട്ടില്ല. ഇനി അവർ അഭിനയിച്ചിരിക്കുന്ന സിനിമകളൊക്കെ സെൻസർ ബോർഡിന് അനുവാദമുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയി. നമുക്ക് അതിൽ ചില കാര്യങ്ങൾ ഭിന്നതയുണ്ടാവും. പരസ്യത്തിൽ അഭിനയിച്ച 20 വർഷവും അതിന് മുമ്പായിട്ടുണ്ട്. വർഷം വരും. അതെല്ലാം നിയമപരമായി ഇവിടെ കടന്നുപോയ കഥയാണ്. അതേസമയം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ ശ്വേതാ മേനോന്റെ കുടുംബം ബോംബെയിൽ അങ്ങനെ സെറ്റിൽ ചെയ്താൽ ഹസ്ബൻഡ് ബോംബെയിലെ മാധ്യമപ്രവർത്തനമാണല്ലോ, അദ്ദേഹം പട്ടാളക്കാരൻ അങ്ങനെ അച്ഛൻ എന്ന് തോന്നുന്നു. അതെ, അച്ഛൻ പട്ടാളത്തിലായിരുന്നു. ഹസ്ബൻഡ് മാധ്യമപ്രവർത്തനമാണ്. അത്ര ഉത്തരവാദിത്വമുള്ള ഒരു കുടുംബത്തിൽ ഉത്തരവാദിത്വത്തോടെ ജീവിച്ച ഒരു കലാകാരിയാണ് ശ്വേത. ആ ശ്വേതക്കെതിരെ ഈ വൃത്തികേടുകൾ, അതായത് ശരീരം വിറ്റ് കാശുണ്ടാക്കുന്നു, വേശ്യാവൃത്തി നടത്തുന്നു, പിന്നെ വേശ്യാലയം നടത്തുന്നു. അതുകൊണ്ട് ഈ ഇമ്മോറൽ ട്രാഫിക് ആക്ടിൽ 3ഉം 5ഉം സെക്ഷനുണ്ട്. ഒന്ന് വേശ്യാലയം ഇങ്ങനെ പറയുകയും പോൺ സൈറ്റുകളിൽ സ്വന്തം നഗ്നത പ്രദർശിപ്പിച്ച് കാശുണ്ടാക്കുന്ന പറഞ്ഞ വൃത്തികേടുകൾ എഴുതി കൊടുത്ത ആൾ അത് ആരാണെങ്കിലും അയാൾ എന്തോ ന്യൂസ് പേപ്പർ അസോസിയേഷൻ ന്യൂസ് പേപ്പർ അസോസിയേഷൻ എന്താണ്, അതെന്താണ്? ഈ ന്യൂസ് പേപ്പർ അസോസിയേഷൻ പറഞ്ഞ സാധനം നമുക്കറിയാം. ന്യൂസ് പേപ്പർ ഞാനും കേട്ടിട്ടില്ല. അങ്ങനെ ഒരു മാധ്യമ രംഗത്ത് ഇങ്ങനെ ഒരു സംഘടന ഞാൻ കണ്ടിട്ടില്ല. എന്താ ഇങ്ങനെ ആളിനെ എനിക്കറിയില്ല. ഈ പേര് വായിച്ചിട്ടുള്ള എറണാകുളത്തുള്ള ഒരാളാണ്. പുള്ളി ഇങ്ങനെ അത്യാവശ്യം പരാതിയൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിലാണ്. എനിക്കൊന്ന് പണ്ട് വീക്ഷണത്തിലുള്ള മറ്റുണ്ടായിരുന്നു തോന്നുന്നത്. അപ്പം എനിക്കറിയാം, നേരിട്ട് പരിചയമില്ലെങ്കിലും എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. പേഴ്സണലി കണ്ടിട്ടില്ല. അങ്ങനെ ഒരാളുള്ളതായിട്ട് എനിക്കറിയാം. ഇയാളിങ്ങനെ പരാതി കൊടുക്കുന്ന ആളാണ്. മാത്രമല്ല ഏതൊക്കെ ഫോൺ സൈഡ് തപ്പി നോക്കി ഇതൊക്കെ കാണാന്നുള്ള വിശദമായ വിവരങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം ഇയാൾ ഈ പബ്ലിസിറ്റിയോട് താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഇയാൾ ഈ പരാതി കൊടുത്തു. എനിക്ക് അതിൻ്റെ വകുപ്പ് അറിയത്തില്ല. അതായത് ഒന്ന് BNS ഉള്ളപ്പം, അതായത് ഈ IPC ഉണ്ടായിരുന്നപ്പം ഇതൊരു വലിയൊരു അപകടമായിരുന്നു. നമുക്ക് ഒരാൾക്കെതിരെ കൊണ്ട് പരാതി കൊടുത്താൽ കോടതി ആ പരാതിക്കാരനെ മാത്രം കേട്ടിട്ട് കേസെടുക്കാൻ ഉത്തരവിടും. പലപ്പോഴും ഈ പരാതി ആർക്കെതിരെയാണോ പരാതി അവരറിയുന്ന കേസാവുമ്പോഴാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പത്തനംതിട്ട കോടതിയിൽ എനിക്കെതിരെ ഒരു കേസ് വന്നു. നിങ്ങളുടെയൊക്കെ പഴയ യൂണിയൻ അംഗം ഒരു അർജുൻ ദാസ് എന്ന് പറഞ്ഞ, അവൻ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന എനിക്കറിയത്തില്ല. എന്തായാലും ഇപ്പോഴും നിങ്ങളുടെ യൂണിയൻ മത്സരിക്കാറൊക്കെ ഉണ്ടോ തോന്നുന്നു. ഇപ്പോഴും യൂണിയൻ ഇല്ല. എന്തോ മണൽ മാഫിയയുടെ നേതാവുണ്ട്. തട്ടിപ്പും വെട്ടിപ്പും ഗുണ്ടാപ്പണിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു കക്ഷിയാണ്. ഇവൻ്റെ ഒരു തട്ടിപ്പിനെ കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ ഇവൻ്റെ ഭാര്യ ഇവിടെ വക്കീലായതുകൊണ്ട്, ഇവിടെ അഡ്വക്കേറ്റ് കാർത്തിക് എന്ന് പറയും, ഇവൻ്റെ ഭാര്യ വക്കീലായതുകൊണ്ട് കോടതി കൊണ്ടൊരു കേസ് കൊടുത്തു. സത്യം പറഞ്ഞാൽ നമ്മുടെ വാർത്ത 100% ശരിയാണെന്നുള്ളൊരു എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. ആ എവിഡൻസ് നമുക്ക് നോട്ടീസ് കിട്ടിയത് നമുക്ക് കൊടുത്താൽ കോടതിയുടെ സമയം ലാഭിക്കാതെ. പക്ഷേ അന്നത്തെ നിയമം എന്ന് വെച്ചാൽ അയാളെ മാത്രം കേട്ടാൽ മതി, കേസുണ്ട്. 10 വർഷമാണ് കേസ് നടത്തിയത്. 10 വർഷം 107 തവണ കേസ് മാറ്റി വെച്ചു. പലതവണ വക്കീൽ പോണ്ടി വന്നു. എൻ്റെ വക്കീൽ 107 തവണ കോടതി ഹാജരായി. ഞാനും പോയി പലതവണ. ഒടുവിൽ ആ കേസ് നിലനിൽക്കത്തില്ല എന്ന് പറഞ്ഞ് കോടതി തള്ളിക്കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഭാരതീയ ന്യായ സംഹിതയിൽ പുതിയൊരു വകുപ്പ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രൊസീജിയർ കൊണ്ടുവന്നിരിക്കുന്നത്, ഇത്തരത്തിൽ ഒരാൾ ഒരു CMB സമർപ്പിച്ചാൽ ആ CMB കോടതി പരിഗണിക്കുമ്പോൾ ആർക്കെതിരെയാണോ പരാതി അയാൾക്ക് നോട്ടീസ് കൊടുക്കണം. അയാളുടെ ഭാഗം കൂടെ കേട്ടിട്ട് വേണം കേസ്. ഇതാണ് സാധാരണഗതിക്കുള്ള നടപടിക്രമം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട നിരവധി കള്ളക്കേസുകൾ ഇപ്പോൾ ചീറ്റിപ്പോയിട്ടുണ്ട്. പല പ്രമുഖരും, ചില മാധ്യമ സ്ഥാപനങ്ങളൊക്കെ, സോക്കോൾഡ് അറിയപ്പെടുന്ന ചില മാധ്യമ സ്ഥാപനങ്ങളൊക്കെ എനിക്കെതിരെ കൊണ്ട് പല കള്ളക്കേസുകളും കൊടുത്തിട്ട് എനിക്ക് നോട്ടീസ് വരും.
എനിക്ക് നോട്ടീസ് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ തെളിവുമായി കോടതി ഹാജരാവും. കോടതി നമ്മുടെ ഭാഗം അവരുടെ ഭാഗം കേട്ടിട്ട് കേസെടുക്കാൻ തള്ളും. യഥാർത്ഥത്തിൽ നല്ല വഴിയാണ്. ഇവിടെ എന്ത് സംഭവിച്ചു എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം കോടതി അങ്ങനെ ചട്ടം ലംഘിച്ച് ചെയ്യാൻ സാധ്യതയില്ല, ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ എന്തോ ഒരു ഗൂഢാലോചന, ഒരു പക്ഷേ നോട്ടീസ് അയച്ചു കാണുമായിരിക്കും, ടെക്നിക്കലി അവരറിഞ്ഞ് കാണത്തില്ലായിരിക്കും, ആയിരിക്കത്തില്ല. എനിക്കെതിരെ അങ്ങനെ ഒരു കേസ് വന്നു. എനിക്കെതിരെ തൃശ്ശൂർ കോടതിയിൽ നിന്നൊരു കേസ് വരുന്നു. അത്ഭുതകരം. നമ്മുടെ പരാതിക്കാരൻ TN പ്രതാപനാണ്. പ്രതാപൻ്റെ പഴയ 2 കേസുണ്ട്, നമ്മളത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നീട് പ്രതാപൻ്റെ മറ്റൊരു കേസ് വരുന്നു. ഈ കേസ് ഞാൻ അറിയുന്നില്ല. 3 തവണ നോട്ടീസ് അയച്ചു എന്നാണ് പറഞ്ഞത്. 4ാം തവണ വാറണ്ടായി. വാറണ്ടായപ്പം ഓഫീസ് വന്നു, അല്ല വാറണ്ടായപ്പോൾ പോലീസ് സ്റ്റേഷൻ വന്നു. പോലീസ് വിളിച്ചു. ഞാൻ പോയി ജാമ്യം എടുത്തു. ജാമ്യം എടുക്കാൻ നേരം ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്താണെന്നറിയോ നോട്ടീസ് വരുന്നത് ഈ 3. അത് വളരെ വിചിത്രമാണ്. എൻ്റെ അഡ്രസ്സ് വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഷാജനസ്കറിയ, പാളയം പോലീസ് സ്റ്റേഷൻ, തിരുവനന്തപുരം. ഒന്ന് പാളയത്ത് പോലീസ് സ്റ്റേഷൻ ഇല്ല, മ്യൂസിയത്താണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത്. എന്നിട്ട് ഈ പറയുന്ന 3 കത്തും തിരിച്ചുപോയി. തിരിച്ചു പോയപ്പോൾ കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നറിയോ? ഞാൻ നോട്ടീസ് കൈപ്പറ്റിയില്ല എന്ന്. അപ്പോൾ കോടതി എന്ത് ചെയ്തു? വാറണ്ടായി. വാറണ്ട് വന്നപ്പം അഡ്രസ്സ് മാറി. വാറണ്ട് വന്നപ്പോൾ കൃത്യം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ, പാളയം പോലീസ് സ്റ്റേഷൻ അല്ല. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അപ്പോഴത്തേക്കും ഷാജനസ്കറി എന്നിട്ട് അവർക്ക് ബോധമുള്ളത് കൊണ്ട് അവർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ വിട്ടു. മെഡിക്കൽ പോലീസ് സ്റ്റേഷൻ എന്നെ വിളിച്ചൊരു വാറണ്ടുണ്ട്. കാരണം വാറണ്ട് നടപ്പിലാക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബെയിലബിൾ വാറണ്ടാണ്, എത്രയും വേഗം പോയി ജാമ്യം എടുക്കുക, അല്ലെങ്കിൽ നോൺ ബെയിലബിൾ വാറണ്ടാവുമെന്ന് പറഞ്ഞു. പിടികിട്ടിയോ? അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും കൂടാലോ? എനിക്ക് തോന്നുന്നത് ഇതിൽ കാണുന്ന FIR വായിക്കും മനസ്സിലായത് അതിൽ കാണുന്ന അഡ്രസ്സ് കൊച്ചിയിൽ അഡ്രസ്സാണ് ശ്വേതാ മേനോൻ്റെ. ഒരു പക്ഷേ അവർ ബോംബെയിലായിരിക്കുന്ന സമയം നോക്കിയായിരിക്കാം കൊച്ചിയിൽ അഡ്രസ്സിൽ അയച്ചിട്ടുള്ളത്. ബോംബെ അഡ്രസ്സ് അറിയില്ലായിരിക്കും. അവർ ബോംബെയിലായിരുന്നുകൊണ്ട് തന്നെ ചിലപ്പം ഇപ്പോഴായിരിക്കും മറ്റേ വന്നിട്ടുള്ളത്. അല്ല, ഞാൻ പറഞ്ഞ ചുമ്മാ അയക്കുവാണ്, ചുമ്മാ അയക്കുക. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ഇപ്പോൾ ഇത് ഇത്രയും ലൈവായിട്ട് വരികയും കേസ് അവക്കിച്ചതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന ഉണ്ട്, ഒരു സംശയമുണ്ട്. കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ശ്വേതാ മേനോൻ പ്രസിഡന്റായി മത്സരിക്കുന്നു. ഈ സമയത്ത് വലിയൊരു കേസ് വരുന്നു. പോലീസ് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കുന്നു. ചാനലുകളിലും ബ്രേക്കിംഗ് ന്യൂസ് വരുന്നു. തീർച്ചയായിട്ടും ഇതിന് പിന്നെ ഒരു ഗൂഢാലോചന ഉണ്ട്, ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മമ്മൂട്ടി മോഹനിൽ ഇല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് മനസ്സിലായി. കോടതി, പോലീസ്, കേസ്, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അല്ല, ഒരു സംഘടന, അമ്മ പോലെ ഒരു താരസംഘടനയിലെ നിസാരമായ പദവിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന് അംഗങ്ങളുള്ള സംഘടന. അപ്പൊ ഇവർ 600 ഇല്ല. ഇതിനകത്ത് പ്രശ്നം വെച്ചാൽ നല്ല വരുമാനമുണ്ട് ഇതിന്. അതാണ് പ്രധാന. ഷോസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് വലിയ വരുമാനം ഓണത്തിനൊക്കെ വലിയ വരുമാനം വേണ്ടി ചെയ്യുന്ന ഷോസിനെ. മഴവിൽ മനോരമയാണ് നിരന്തരമായിട്ട് അവരുടെ ഓണപരിപാടി നടത്തുന്നത്. 3 കോടി രൂപയാണ് അമ്മയ്ക്ക് പ്രതിഫലമായിട്ട് ഒരു തവണ ഒരു ഷോയ്ക്ക് 3 കോടി രൂപ കിട്ടും. പക്ഷെ ആ 3 കോടി രൂപ താരങ്ങൾക്ക് കിട്ടത്തില്ല, സംഘടന അമ്മയുടെ കിട്ടും. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട വരുമാനം. പെൻഷൻ കൊടുക്കണ്ടേ? 5000 കോടി ഉണ്ടെന്ന് പെൻഷൻ കൊടുക്കണം. പിന്നെ ഒരുപാട് മെഡിക്കൽ ഈ സഹായം കൊടുക്കണം. ഇപ്പം നമ്മുടെ അൻസിബ ഹസൻ, അൻസിബയാണ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട്, അൻസിബയ്ക്കാരും ചുമതല, ഇനിഷ്യേറ്റീവ് ആരുടെ ആണെങ്കിലും അൻസിബയായിരുന്നു കൃത്യമായി മരുന്ന് എത്തിച്ചുകൊണ്ടിരുന്നത്. നന്നായി അവൾ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള പണികൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പേര്, അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു ഗൂഢാലോചന നടക്കുന്നു. അപ്പം ഞാൻ അമ്മയെ കൃത്യമായി സൂക്ഷിക്കുന്നു. അപ്പം അമ്മയെ നമ്മുടെ ഒരു യൂട്യൂബർ അമ്മയെ ഹൈജാക്ക് വെച്ചിരിക്കുക കഴിഞ്ഞ കുറേ കാലമായി. അമ്മ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ യൂട്യൂബറാണ്. ആ യൂട്യൂബർ വിചാരിച്ചാലേ അമ്മയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. മലയാള സിനിമ എൻ്റെ കൈകളിലൂടെയാണ് പോകുന്നത് എന്ന രീതിയിലാണ് അയാൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഈ പാവപ്പെട്ട പലരും ഇയാൾ ശരിയാണെന്ന് വിശ്വസിച്ച് ഇയാളുടെ പുറകെ കൂടി. അപ്പം ഇയാളെ അവിടെ കയറ്റുന്നത് നിർഭാഗ്യവശാൽ ഇടവേള ബാബുവാണ്. ബാബു 25 കൊല്ലം അമ്മയുടെ സെക്രട്ടറി. ആ ബാബുവിനെതിരെ ഒരുപാട് പരാതികളൊക്കെ ഉണ്ടായെങ്കിലും ബാബു അത്ര തട്ടിപ്പുകാരനായിരുന്നു. അല്ല, കൃത്യമായി നടത്തിക്കൊണ്ടിരുന്നത് നല്ല കറക്റ്റായിരുന്നു. പിന്നെ ബാബു 4 നൂറ്റാണ്ടിരുന്നതിൻ്റെ ഒരു സ്വാരസ്യം ഉണ്ടായത് മാത്രം. ബാബുവിനെതിരെ അഴിമതി ആരോപണമൊന്നും സ്ത്രീ പീഡനവും ചുമ്മാ കുറെ കള്ളക്കഥകൾ അവസാനം ഉണ്ടാക്കിയതുള്ളൂ, അല്ലാതെ ഒരു ഗൗരവമായിട്ട് ആരാവശ്യം വിളിച്ചാൽ ഇമ്മീഡിയറ്റ് പുള്ളി നടപടി എടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ദീർഘകാലം അവിടെ ഇരുന്നതുകൊണ്ട് ഒരു പെട്ടെന്നൊരു വികാരം ഉണ്ടായി. കഴിഞ്ഞ തവണ മാറി സിദ്ദിഖ് വന്നു. പക്ഷെ സിദ്ദിഖ് വന്നു, അതോടെയാണ് ഈ ഒന്നിനു മേൽ ഒന്നായി കേസ്. ഭയങ്കര എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രഗത്ഭനായ സെക്രട്ടറിയായി മാറിയാണ്. പക്ഷെ അയക്കാൻ അവസരം കിട്ടില്ല. ഇവിടെയാണ് സിദ്ദിഖ് രാജിവെച്ച് പോകുമ്പോൾ ആ സിദ്ദിഖിൻ്റെ പകരം അഡ്ഹോ കമ്മിറ്റിയുടെ ചുമതല വന്നത് വിചിത്രമാണ് ബാബുരാജിന്. ബാബുരാജും ഇതുപോലെ തന്നെ പീഡന കേസിലെ പ്രതിയാണ്. സിദ്ദിഖ് അന്തസ്സായിട്ട് രാജിവെച്ചിട്ട് പോയി. അപ്പോൾ പിന്നെ ഈ അവിടെയാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയ കാര്യം. ഈ സിദ്ദിഖ് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി, ബാബുരാജിനെതിരെയും കേസുണ്ടായി. ആ സമയത്ത് ഒരുപാട് പേർക്കെതിരെ കേസുണ്ട്. അപ്പോൾ മോഹൻലാൽ നിർദ്ദേശം പറഞ്ഞു, ബാബുരാജ് നീയും കൂടെ രാജിവെക്കേ എന്ന് പറഞ്ഞപ്പോൾ ബാബുരാജ് സമ്മതിച്ചില്ല. ഇതൊരവസരമാണല്ലോ, അതൊരവസരമാണ്.
അങ്ങനെയാണ് മോഹൻലാൽ രാജിവെച്ചത്. ഞാൻ വളരെ വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ബാബുരാജ് രാജിവെക്കാതെ വന്നപ്പോൾ പിന്നെ മോഹൻലാൽ പറഞ്ഞ പിന്നെ കാര്യം ചെയ്യും, ഞാൻ രാജിവെച്ചേക്കാന്ന് പറഞ്ഞു. മോഹൻലാൽ രാജിവെച്ചപ്പോൾ പിരിച്ചു കൊണ്ടു. ബാക്കി നിങ്ങൾ അങ്ങ് നോക്കിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അഡ്ഹോക് കമ്മിറ്റി പിരിച്ചു കൊണ്ടുവന്നു. കാരണം പ്രസിഡന്റ് ഇല്ലാതെ പിന്നെ ഇല്ലല്ലോ, പറ്റത്തില്ലല്ലോ. ബാബുരാജാണ് അമ്മയെ കൊണ്ട് ക്രൈസിസ് ചാടിച്ചത്. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? അഡ്ഹോക് കമ്മിറ്റിയുടെ സെക്രട്ടറി എന്നതിൽ ചുമതലയിരുന്നു. എന്നിട്ട് അയാളുടെ ഒരു തേർവാഴ്ചയായിരുന്നു അവിടെ. പൊന്നമ്പാബു ഒക്കെ പറഞ്ഞേക്കണം, 25 കൊല്ലം ഇടവേള ബാബു ചെയ്തത്രയും കാര്യം എന്ത് ചെയ്തു? അമ്മയുടെ കണക്കെടുത്ത് നോക്കണം. ഈ ഒരു 6 മാസം എത്ര രൂപ വരെ ദൈനംദിന ചെലവിന് വേണ്ടി മുടക്കി? ഇടവേള ബാബുവിൻ്റെ കാലത്ത് എത്ര ആയിരുന്നു ഓഫീസ് റണ്ണിങ്ങിൻ്റെ കോസ്റ്റ്? പരിശോധിച്ച് നോക്കണം. ഒന്നത്. 2, ബാബുരാജ് അയാളുടെ ഒരു ഏകാധിപത്യം അവിടെ ഏൽപ്പിച്ചു. അവിടെ ഞാൻ അതിൽ ചില നടിമാരോട് സംസാരിച്ചു. അവിടെ സംസാരിക്കുന്നത് ഒരു നടിയോട് ബാബുരാജ് എന്തൊരു അഭിപ്രായം പറഞ്ഞു, നിന്നെ എങ്ങനെയാണ് നിന്നെ കെട്ടിയോ സഹിക്കുന്നത്, നിന്നെയൊക്കെ ചുമന്നു നടക്കുന്നവരെ സമ്മതിക്കുമെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിരുത്തി. ഒരു നടിയോട് ബാബുരാജ് പറഞ്ഞതാണ്. അതുപോലെ ബാബുരാജിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരെ അടിച്ചമർത്തി അവിടെ ഇരുത്തും. പശ്ചാത്തലം ഒറ്റയ്ക്ക് ഞാൻ ചെയ്യും, ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടോണെന്നില്ല. എന്നാൽ അയാൾ അങ്ങനെ ഒരു ശിങ്കിടി വൃന്ദത്തെ വളർത്തിയെടുത്തു. നിർഭാഗ്യവശാൽ ഈ സിനിമയിൽ റോളൊന്നുമില്ലാത്ത കുറേ സംഘം കൂടെ കൂടി. കൂട്ടത്തിന് യൂട്യൂബറുണ്ട്. യൂട്യൂബറാണ്. യൂട്യൂബർ നിരന്തരമാ ഭയങ്കര മഹാനാണ്. എന്നിട്ട് ജനറൽ സെക്രട്ടറി ആകും എന്ന് ഉറപ്പായത്. വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ പിടിമുറുക്കിയതുപോലെ ഇതിനെ പിടിമുറുക്കാമെന്ന് കരുതി ഇയാൾ വലിയ നീക്കം നടത്തിയിട്ട് ഈ പൊന്നമ്മ ബാബുവിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട്, കാരണം ഈ പെണ്ണുങ്ങളുടെ വോട്ടിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ അങ്ങനത്തെ കൂടുതൽ, അപ്പോൾ സ്ത്രീകളെ നിർത്താൻ വേണ്ടി പൊന്നമ്മ ബാബുവിനെ വെച്ചുകൊണ്ട് കുറേ നടിമാരുടെ സംഭവിച്ച അമ്മയുടെ പെൺമക്കളും എന്നൊരു സംഘം ഉണ്ടാക്കി. ഇത് അമ്മയുടെ ഔദ്യോഗിക സംഘടനയാണ് എന്ന വ്യാജേനയാണ് എല്ലാവരെയും ചേർത്തത്. അപ്പം ഞാൻ ശ്വേതമേനോട് സംസാരിച്ചു. ശ്വേതമേനൊക്കെ പറഞ്ഞത് ഞാൻ അതിൻ്റെ അഡ്മിൻ പറയുന്നില്ല ഷാജൻ, എന്നെ ആരും ആഡ് ചെയ്തു, ഞാനും അതിൻ്റെ അകത്ത് കിടന്നല്ലാതെ ഞാനൊന്നും അറിഞ്ഞിട്ട് പോലും. എല്ലാവരും പറയുന്നത്, പ്രധാനപ്പെട്ട ആളൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അവരെ ഇതിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് ഔദ്യോഗിക സംഭവം മുമ്പോട്ട് പോയി. ഊർമിള ഉണ്ണി എന്തോ ഒരു പോസ്റ്റ് ഇട്ടതിന് ഒരു വഴക്കുണ്ടാക്കി. പ്രോഡക്റ്റിന്റെ പരസ്യമല്ല, ആരും അവർക്ക് സുരേഷ് ഗോപി അവർക്കൊരു അവാർഡ് കൊടുക്കുന്നതിന് സാധനമാണ്. അവരെ അപമാനിച്ച് ഇറക്കി വിട്ടു. സീമ നായർ ഇറക്കി വിട്ടു. പിന്നെ 1 by 1 ഇവരൊക്കെ ഇറങ്ങിപ്പോയി. അങ്ങനെ അടിച്ചു പിരിഞ്ഞു. ഈ കുക്കു പരമേശ് എല്ലാവർക്കെതിരെ ഇവർ നീക്കം നടത്തി. ഇപ്പം ഇവരുടെ എല്ലാം ധാരണ, അന്ന് ഇവരോടെല്ലാം പൊന്നമ്മ ബാബു പറഞ്ഞിരുന്നത്, ഞങ്ങളുടെ കൂടെ നിന്ന് എനിക്ക് കൊള്ളാം, ബാബുരാജ് ജനറൽ സെക്രട്ടറി ആവും, അമ്മ ഇനി ബാബുരാജിൻ്റെ കയ്യിലാണ്, നീയൊക്കെ പുറത്താവും, ഇപ്പം വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്ത് വരാകത്താവുന്നൊക്കെ പിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അവസാന സമയം കഴിഞ്ഞ് ബാബുരാജിനെ പുറത്ത് കൊണ്ടുവന്നു. ഇവരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊരു സംഭവം. ബാബുരാജ് പുറത്ത് പോകേണ്ടി വരുമെന്ന് ഇവരാരും സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം ഈ അമ്മയുടെ പെൺമക്കളുടെ ഗ്രൂപ്പിൽ കുറേ ചർച്ചകളൊക്കെ ഞാൻ കണ്ടു. നമ്മൾ പിന്നെ പുറത്ത് വിട്ടില്ലെന്നേ ഉള്ളൂ. ഭയങ്കര രസം. അതിനകത്ത് ഒരു നടിയെ പൊന്നമ്മാവ് ചീത്ത വിളിക്കുന്നുണ്ട്. സരവിനെയാണെന്ന് ഞാൻ മറന്നുപോയി. ചീത്തൊക്കെ വിളിക്കുന്നുണ്ട്. കുറേ ചീത്ത വിളിക്കുകയും വരട്ടുമൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പൊന്നമ്മ ബാബു ഇനിയിപ്പം എൻ്റെ കയ്യിലാണ് സംഘടന എന്ന് കരുതി ബാബുരാജിനെ വിശ്വസിച്ച് രംഗത്തിറങ്ങിയിട്ട് വലിയ പ്രസംഗം നടത്തി. ഒക്കെ പൊളിഞ്ഞുപോയി. ബാബുരാജിന് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പറ്റിയില്ല. ഞാൻ സംഘടനയുടെ പരിപാടിക്കില്ലെന്ന് പറഞ്ഞു എന്ന് മാത്രം അയാൾ അങ്ങനെ മാറുന്നത്. അവിടെയാണ് ഞാൻ പറയാം, അയാൾ അങ്ങനെ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോഴത്തേക്കും കുളം കലക്കി നശിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. അമ്മയെന്ന് പറയുന്ന സംഘടന ഇനി ബാബുരാജ് വരുന്നില്ല. ഈ അമ്മയെന്ന സംഘടന കിളിച്ചു പിടിക്കുന്നു. ഈ പൊന്നമ്മ ബാബുവിനെ രംഗത്തിറക്കി വിട്ട് സകല ചാനലുകളും പോയി. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, മാലാ പാർവതി ചീത്ത വിളിക്കും. മാലാ പാർവതി നിങ്ങൾക്ക് പരിചയമില്ലേ? തീർച്ചയായും. ഞാൻ കാരോടത്ത് പഠിക്കുമ്പോൾ പാർവതി അവിടെ സൈക്കോളജിയിലെ വിദ്യാർത്ഥിയാണ്. നമ്മുടെ പഴയ പരിചയക്കാരിയാണ്. എത്ര നല്ല ആഭിജാത്യമുള്ള നല്ല മിടിക്കുക മാത്രമല്ല, ഇവരെയൊക്കെ അപേക്ഷിച്ച് പാർവതികളെ പ്രത്യേകതയുണ്ട്. പാർവതി വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. ഒരു പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റാണ്, നിയമം പഠിച്ചിട്ടുണ്ട്, ഒരു തിയേറ്റർ ആക്ടിവിസ്റ്റാണ്. പാർവതി എല്ലാമാണ്. ഇവരെ താരതമ്യപ്പെടുത്താൻ പോലും പറ്റില്ല. ഈ യാദൃച്ഛികമായ സിനിമയിലെത്തിയതാണ് അവർ തീർച്ചയായിട്ടും. അപ്പൊ അവരെ അങ്ങോട്ട് പിടിച്ച് ഇവരങ്ങ് അധിക്ഷേപിക്കുകയാണ്. ഇപ്പം ഇവരെ ചാനലിലെല്ലാം പോയിട്ട് ഞാൻ അവരോട് സംസാരിച്ചു. അത് സ്വന്തം അഭിപ്രായമുള്ള ആളാണല്ലോ. ഇതുപോലെ ആരും കൂടെ പോണ ആളല്ല. ഞാൻ അവരോട് സംസാരിച്ചു. ഞാൻ ഈ മാലാ പാർവതിയോട് ഞങ്ങൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് സ്വാഭാവികം. ഞാൻ പറഞ്ഞ എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന നിലപാട്, അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ ഒരു വിരോധം അത്രേ ഉള്ളൂ. അതിപ്പോഴും ഞാൻ പറഞ്ഞു, ഇനിയാണെങ്കിലും എനിക്ക് വിയോജിപ്പുള്ള ഇപ്പം മാലാ പാർവതി പിണറായി വിജയനെ സ്തുതിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അപ്പച്ചാടി ഇറങ്ങും. അത് മാലയ്ക്ക് പറയാനുള്ള അവകാശം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ എതിർക്കാൻ അവകാശം എനിക്കുണ്ട്. അപ്പോൾ ഈ മാലാ പാർവതിയൊക്കെ വിളിച്ച് ഇവരുടെ ആ നിലവാരത്തിലേക്ക് കൊണ്ടുവന്ന്, ഇവർക്കൊരു നിലവാരമുണ്ടല്ലോ, ആ നിലവാരത്തിലേക്ക് മാലാ പാർവതി കൊണ്ടുവന്നിട്ടിട്ട് അവരെ അധിക്ഷേപിച്ച് ചാനലുകളിൽ പോയിരുന്ന് ബഹളം വെച്ച്
എന്തൊക്കെയാ കാട്ടിക്കൂട്ടെന്ന് പറയാൻ പറ്റത്തില്ല. എന്തൊക്കെയാ ഇന്നും എന്തൊക്കെ പറഞ്ഞിട്ട് മാലാപാർ പാർവതി കഴിഞ്ഞ ദിവസം കൃത്യമായി ഇടപെട്ടപ്പോൾ ഉഷാ ഹസീന ഫോൺ കട്ട് ചെയ്തിട്ട് അവർ ന്യൂസ് 18 ചാനൽ. അല്ല, പാർവതിയെ സംബന്ധിച്ച് പാർവതിക്ക് നന്നായി കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനൊക്കെ അറിയാം. അവർ മിടിക്കുക ഒരാളല്ലേ. അല്ല, ഇവരെല്ലാം ഇത് ഞാൻ പറഞ്ഞ ഇവരുടെ ലക്ഷ്യം എന്താണെന്നറിയോ? അമ്മ നാറണം. ഈ താരസംഘടനയോട് ജനങ്ങൾക്ക് ഒരു വെറുപ്പുണ്ട്. എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇതെല്ലാം നശിപ്പിക്കണം. അത് മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ബഹളങ്ങൾ നടക്കുന്നറിയോ? താരസംഘടന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബഹളങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും. ഇപ്പം ഞാൻ ഈ വളരെ വിചിത്രമാണ് ഇവരുടെ കഥ. ഞാൻ ഈ സിനിമാ താരങ്ങളോട് അകലം പാലിച്ച് നിന്ന ഒരാളാണ്. ഈ പത്രപ്രവർത്തന രംഗത്ത് സിനിമ കൈവെക്കാതിരുന്ന ഒരാളാണ് എനിക്ക്. കാരണം നമുക്കൊരിക്കലും അതിനൊരു വല്ലപ്പോഴും കണ്ട് സിനിമ കാണുന്നല്ലാതെ ഒരു അട്രാക്ഷൻ ഉണ്ടായിട്ടില്ല. ചെറുപ്പകാലത്തൊക്കെ നമ്മൾ തുടങ്ങിയ കാലത്തൊക്കെ ചെറിയ ചില ഇൻ്റർവ്യൂകൾക്ക് എടുത്തല്ലാതെ ആറന്മുള പൊന്നമ്മ, പിന്നെ ഇപ്പോൾ അമേരിക്കയിലും കണ്ടുപോയിട്ട് മിനി നായർ അവർ നല്ല സിനിമ അഭിനയിച്ചിട്ടുള്ള ആളാണ്. നല്ല സിനിമ. ഇവരൊക്കെയായിട്ട് അന്ന് എനിക്ക് ചെറിയ പരിചയം ഉണ്ടായിരുന്നു. ഈ ആറന്മുള പൊന്നമ്മയുടെ വീട്ടിൽ ഞാൻ പോകുമായിരുന്നു. മിനി നായർ പൂജപ്പുരയാണ് താമസിച്ചിരുന്നത്. അവരെന്ന് എനിക്ക് അടൂരിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ച് അവർ സംസ്ഥാന അവാർഡ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബന്ധമുണ്ട്. മഞ്ജു വാര്യരുടെ ഒരു ഇൻ്റർവ്യൂ അക്കാലത്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ പിന്നെ ഞാൻ സിനിമയുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കറിയാം സിനിമയിലെ ഈ ഒരു ഈഗോയും ക്ലഷ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ നിർബന്ധിതനായി ചില സിനിമ എന്തൊരു തരം വിചിത്ര സ്വഭാവം എന്ന ആളുകൾക്ക് ചെറിയ കാര്യങ്ങൾ പോലും അവരെ ഹർട്ട് ചെയ്യും. അതാണ് ഇവരുടെ പ്രശ്നം. നമ്മൾ നിസ്സാരം എന്ന് തോന്നാൽ നമ്മൾ നിസ്സാരം എടുക്കുന്ന കാര്യങ്ങൾ പോലും ഇത് ഹർട്ട് ചെയ്യും. എനിക്ക് തോന്നുന്നു ഇവർ പലരും ജീവിതത്തിൽ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉള്ള ഒരാളാണോ സംശയമാണ്. ഞാൻ എന്താ ഇപ്പം മനസ്സിൽ ലക്ഷ്മി പ്രിയ എന്ന് പറഞ്ഞൊരു നടി ഇവിടെ വൈസ് പ്രസിഡന്റ് മനസ്സിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലക്ഷ്മി പ്രിയ മറുനാടൻ്റെ വലിയൊരു ഫാനാണ്. നമ്മൾ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ലക്ഷ്മി പ്രിയ മറുനാടനെ കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നല്ലത് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ആരാധനയാണ്. അപ്പോൾ ഈ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട വാർത്ത വന്നപ്പം ഈ ലക്ഷ്മി പ്രിയ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ലക്ഷ്മിയെ കുറിച്ച് ആരോ എന്നോട് പറഞ്ഞു ലക്ഷ്മി പ്രിയ ഒരു വഴക്കാളിയാണ്. അതേ കുഴപ്പം. ഞാൻ ഈ വീഡിയോ ഈ ലക്ഷ്മി പ്രിയ എന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുടെ ഒരു ഇൻഫർമേഷനാണ് ലക്ഷ്മി പ്രിയ ഒരു വഴക്കാണ്. എൻ്റെ ദൈവമേ, ആ പെൺകൊച്ചുണ്ടാക്കിയ പൊല്ലാപ്പിന് കയ്യും കണക്കുമില്ല. എന്നെ വിളിക്കുന്നു, കരയുന്നു, ശപിക്കുന്നു, പൊട്ടിക്കരയുന്നു, എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. ഒരു 10 മിനിറ്റ് ഏങ്ങലടിച്ച് കരഞ്ഞ് ബഹളം വെച്ച് ഞാൻ വെച്ചിട്ട് പോകാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ മെസ്സേജുകൾ കുറേ ഇട്ട് എനിക്ക് എന്തൊക്കെയോ മെസ്സേജ് ഇട്ടു. പിറ്റേ ദിവസം രാവിലെ അപ്പോൾ ശാന്തമായി. സാറേ, അതെനിക്കുണ്ടായ ഞാൻ സാറിനോടും മറുനാടനോടുള്ള ഇഷ്ടം എനിക്കുള്ളപ്പോൾ എന്നെക്കുറിച്ച് ആകെപ്പാടെ പറഞ്ഞ വഴക്കാളിന്ന് വേറെ ഒന്നും പറഞ്ഞില്ല. ഇവർ നിസ്സാര കാര്യങ്ങൾ. എനിക്ക് ഒരിക്കൽ ചാനൽ ജോലി ഉണ്ടായ അനുഭവം ചുനക്കര രാമൻകുട്ടി സാർ ഉണ്ടല്ലോ, ഗാനജ്, അദ്ദേഹത്തിന് ഒരു ഇൻ്റർവ്യൂ എടുക്കുക നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞു പോയ കൂട്ടത്തിൽ അദ്ദേഹം ഒരു ഗായകനെക്കുറിച്ചൊരു പരാമർശം, അത് അദ്ദേഹത്തിന് മോശമൊന്നും അല്ല, ഒന്ന് കാഷ്വലായി പറഞ്ഞു പോയതാണ്. ഈ ഗായകൻ പിന്നെ ഞങ്ങൾക്ക് ഇരിക്കപ്പുറത്ത് തരാത്ത അവസ്ഥ വരുത്തി. ഒരു നിസ്സാര മോശമായിട്ടൊന്നും അല്ല പറഞ്ഞത്, ഒരു കാര്യം പറഞ്ഞു പോയതാണ്. മനസ്സാണ് നഷ്ടപ്പെട്ടത്. അല്ല ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് അതേസമയം എനിക്ക് ശ്വേതാമേനോനോട് ബഹുമാനം തോന്നി. കാരണം ശ്വേതാമേനോനെ കുറിച്ച് ഞാൻ ഇതിനകത്ത് പറഞ്ഞത് ഒരു വീഡിയോക്കകത്ത് പറഞ്ഞ പരാമർശം എന്ന് പറഞ്ഞാൽ ശ്വേതാമേനോൻ മുംബൈയിൽ നിന്ന് വന്നിട്ട് ഇവിടെ മേടിക്കുന്നുള്ളത്. പക്ഷെ അത് തെറ്റാണ്. അതൊരു ആരോ മനഃപൂർവ്വം ശ്വേതാമേനോനെ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞ് ചിലർ പറയുന്നു ശ്വേതാമേനോൻ ടി എ മേടിക്കുന്ന. പക്ഷേ ശ്വേതാമേനോൻ എന്നോട് മാന്യമായിട്ട് എന്നോട് ഷാജൻ, ഞാൻ ഒരു ടി എയും ആരോടും മേടിച്ചിട്ടില്ല. എനിക്ക് അത്യാവശ്യം വീട്ടിൽ കാശുള്ള കൂട്ടത്തിലാണ്. എനിക്ക് അമ്മയുടെ ടീയുടെ ആവശ്യമില്ല. അവരൊരിക്കലും പൊട്ടിത്തെറിച്ചില്ല, ബഹളം വെച്ചില്ല. ഞാൻ പറഞ്ഞേ അതേസമയം ഈ ലക്ഷ്മിയും പിറ്റേ ദിവസം വളരെ കൃത്യമായിട്ട് സംസാരിച്ചു കേട്ടോ. ഞാനതങ്ങ് വിട്ടു. അപ്പം ഞാൻ പറഞ്ഞു ഇവരുടെ എല്ലാം ഈഗോ എന്തിനാണ് പറയുന്നത്? രാജ്മോഹൻ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇന്നിപ്പോൾ നമ്മുടെ വിനായകൻ്റെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നോ? ഇന്ന് കണ്ടോ? എന്തോ ഒരു വൃത്തിയോടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കക്ഷി വിനായകനെ കഴിഞ്ഞ ഇടക്കാലത്തായാലും ഇങ്ങനെ ഓരോ വൃത്തിയോട് പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. VS അച്യുതാനന്ദനെ കുറിച്ച്, ഉമ്മൻചാണ്ടിയെ കുറിച്ച്, നിന്റെ നന്ദ എൻ്റെ നന്ദനെ കുറിച്ച് പോസ്റ്റ് ഇട്ടു. അത് വലിയ വാർത്തയായി, വിവാദമായി. അപ്പം ഞാൻ അയാളെ അനുകൂലിച്ചൊരു വീഡിയോ ചെയ്തു. ഞാൻ പറഞ്ഞു അയാളെ വെറുതെ വിടൂ, അയാളുടെ ക്യാരക്ടർ അതാണ്, അയാളെ നന്നാക്കാൻ ആർക്കും പറ്റത്തില്ല. എല്ലാവരും അയാളെ തെറി പറഞ്ഞൊരിക്കും, അയാൾക്ക് ഒരു പരാതി. അയാളെക്കുറിച്ച് നല്ലത് ഞാൻ പറഞ്ഞു, അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം എനിക്കൊരു കുറേ കോളിങ് വരുവാണ്. ഞാനീ പരിചയമില്ലാത്ത കോൾ എടുക്കത്തില്ല. വാട്സാപ്പിലൂടെ ഇങ്ങനെ കോൾ വന്നിട്ട് ഞാൻ ഏത് പ്രാന്തനാണ് ഈ നിരന്തരം വിളിക്കുന്നത് എന്നെടുത്ത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഇയാളാണ്. ഞാൻ ഓർത്തെന്നാൽ പിന്നെ ഞാൻ നല്ലത് ചെയ്തത് കാരണം താങ്ക്സ് പറയാൻ വിളിച്ചതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഞാൻ അയാളെ വെറുതെ വിടും. അയാൾ കലാകാരനാണ്. അപ്പം നമ്മളെന്തിനാണ് ഫോൺ എടുത്ത ഉടനെ പച്ചത്തെറി, എടാ മറ്റേ മോനെ മറിച്ചേ മോനെ. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തോ ഈ പറയുന്നത്? പിന്നെ ഞാൻ ഓർത്ത് എനിക്ക് ഇയാളുടെ സ്വഭാവം അറിയാമെന്ന് കാരണം ഞാൻ കട്ട് ചെയ്ത് മറുപടി പറയാൻ നിന്നില്ല. എൻ്റെ രാജ്മോഹൻ വൈകുന്നേരം ഒരു 4 മണിക്ക് 5 മണിക്ക് അങ്ങോട്ട് തുടങ്ങിയതാണ് ഇയാളുടെ മെസ്സേജുകൾ. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഞാൻ ആ ഫോൺ എടുത്ത് മാറ്റി വെച്ചു. നേരം വെളുത്ത് ഞാൻ എടുത്ത് നോക്കുമ്പോൾ രാത്രി മുഴുവൻ ഇയാൾ എനിക്ക് മെസ്സേജ്. എനിക്ക് ഓരോ 1000 തവണ എന്നെ വിളിച്ചിട്ടുണ്ട്.
അനേകം മെസ്സേജ് ഇട്ടിട്ട് ഞാൻ ഒന്നും കേൾക്കാൻ പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ആദ്യത്തെ ഒരു മെസ്സേജ് നമ്മുടെ ബിനോയ്ക്ക് ഇട്ട് കൊടുത്തു. എടാ ബിനോയ് ഇതെന്നാ എന്നോട് ഒന്നും ആരുടെ മുമ്പിൽ വെച്ച് കേൾക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ എത്ര വിചിത്രമാണ് മനുഷ്യരുടെ കാര്യം എന്ന് ആലോചിക്കുന്നത്. അല്ല, എം കൃഷ്ണൻ നായർ സാർ പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു സാഹിത്യകാരൻ അങ്ങോട്ട് ഒരു പരിചയപ്പെടാൻ പോകരുത്, നിങ്ങൾക്ക് അയാളെക്കുറിച്ചുള്ള ഇംപ്രഷൻ പോകും. നമ്മൾ ആ കൂട്ടത്തിൽ സിനിമാ കാര്യങ്ങളെ ഉൾപ്പെടുത്തും ഞാൻ പലപ്പോഴും പറയുമായിരുന്നു. പല നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരെക്കുറിച്ചുള്ള ഇംപ്രഷൻ പോകും. സിനിമയിൽ എത്ര നല്ല മനുഷ്യരല്ലാതെ വേണ്ട. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ പുതിയ തലമുറ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഈ പാർവതിയുടെ അല്ലെങ്കിൽ പിന്നെ ശ്വേത മേനോനൊക്കെ പോലെയുള്ള നല്ല വിദ്യാഭ്യാസം ഉള്ള കൂടുതൽ വലിയ ലോകത്തെ എക്സ്പോഷർ കിട്ടിയിട്ടുള്ള ആളുകൾ വരുമ്പോൾ ഉണ്ടല്ലോ ഈ അവസ്ഥയൊക്കെ മാറും. അല്ല, അത് പുതിയതും പഴയ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞ ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന വിജയരാഘവൻ, എന്തൊരു എൻ്റെ അനുഭവം പറഞ്ഞില്ല. ഞാൻ വിജയരാഘവനെ എനിക്ക് കുമരകം പോലീസ് സ്റ്റേഷൻ ഒപ്പിടാൻ പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനെ ഒരു തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ അവിടെ ഇങ്ങനെ ഓരോ സമയത്ത് ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന കൂട്ടത്തിൽ അപ്പോഴാണ് അറിഞ്ഞത് ഇദ്ദേഹം കുമരകത്ത് അടുത്താന്ന്. ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒളശ്ശേലാണ് വരാൻ പറഞ്ഞു. ഞാൻ പോയി ഒപ്പിട്ടിട്ട് ഞാനവിടെ എനിക്ക് 10 മണിക്കാണ് ഞാൻ ഇദ്ദേഹത്തോട് വരുമെന്ന് പറഞ്ഞിരുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഞാനൊരു 10 മണിക്ക് ഒപ്പിട്ടിട്ട് 10:30 ആകുമ്പോൾ വരാമെന്ന്. 9:45 ഇദ്ദേഹം വിളിക്കുന്നതിന് എന്തായി എങ്ങനെയായി. അവിടെ ചെന്നപ്പോൾ എൻ്റെ രാജ്മോഹൻ കരിമീൻ പൊള്ളിച്ചത്, പ്രത്യേക മീൻ വറുത്തത്, പ്രത്യേകതരം കറികളെ, ചാറ്, എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്തെല്ലാം ഉണ്ടാക്കിയ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നമ്മൾ 6 പേരുണ്ടായിരുന്നു. ഈ 6 പേർക്കും നല്ല ഒന്നാം തരം സദ്യ തന്ന് അന്ന് രാവിലെ 10 മണിക്ക് അവിടെ ചെന്നാൽ ഞാൻ 7 മണിക്കാണ് ഇറങ്ങുന്നത്. 7 മണിക്ക് നമുക്ക് ഒരു സിനിമക്കാരനാണ് വിജയരാഘവനെ പോലെ, ഇപ്പോൾ ദേശീയ അവാർഡിന് വിജയരാഘവനെ പോലെ സിനിമക്കാരൻ ഇങ്ങനെ പെരുമാറുന്ന അങ്ങനത്തെ മനുഷ്യരും ഉണ്ട്. നമ്മുടെ കനകൻ്റെ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കനകൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യണം, വിജയരാഘവൻ അദ്ദേഹത്തിനെ അഭിനയിക്കാൻ വിളിച്ച്. ഒരു കുഴപ്പമില്ലായിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഒരു തുടക്കക്കാരനാണ് സംവിധാനം. പലപ്പോഴും വരുന്ന ആർട്ടിസ്റ്റുകളും കുഴപ്പക്കാരാണ്. പക്ഷേ അദ്ദേഹം വളരെ നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് തന്നെ ഇരുന്നു എന്ന് പറയും. കനകൻ എപ്പോഴും പറയാം അതിനെക്കുറിച്ച്. പ്രൊഫഷണലാണ് അവരൊക്കെ, പ്രൊഫഷണൽ. അല്ല, അങ്ങനെ ഒരുപാട് നടന്മാരുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് കാലടി ഓമനെ ചേച്ചിയെ വിളിക്കുന്നത്. ഓമന ചേച്ചി നമ്പർ ചോദിച്ചിട്ടുണ്ട്, ഒന്ന് കൊടുത്തോട്ടെ എന്ന് ചോദിച്ച് എന്നെ നീനാക്കുറുപ്പ് എനിക്കൊരു മെസ്സേജ് ഇട്ടു. അപ്പം ഞാൻ പറഞ്ഞ ഈ നമ്പർ ഇരുന്ന് ഞാൻ വിളിച്ചു. എന്തൊരു സ്നേഹത്തിലും ബഹുമാനത്തിലാണ് പെരുമാറുന്നത്. എന്നോട് പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും വീഡിയോ കാണും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വന്ന് കാണും, അയ്യോ അങ്ങനെ വലിയ ഭാഗ്യമായിരിക്കും, സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് എത്രയോ മുതിർന്ന നടിയാണ്, കലാനിലയത്തിലൊക്കെ കൊണ്ടാടുന്ന ഒരാളാണ് അവർ, വലിയ എത്രയോ മുതിർന്ന. അപ്പം ഞാൻ പറഞ്ഞത് പഴയ ആളുകളിലും സത്യസന്ധയും സ്നേഹമുള്ള ആളുകളുണ്ട്, പഴയ ആളുകളിൽ. ഇതിപ്പം ഇത് എനിക്കറിയത്തില്ല, ഇത് ഇവർക്കൊക്കെ എന്താണ്, ഇവർ പലരും ലഹരിയായിരിക്കും, അറിയത്തില്ല. ഇത്രയും ഈഗോയും കോംപ്ലക്സും ഒക്കെ ഇളകുന്ന എന്താണെന്നുള്ള കാര്യം വിനായൻ അതിനാണ് സാധ്യത എനിക്ക് തോന്നുന്നു. തുണി പറിച്ച് നടക്കുന്ന കണ്ടല്ലേ നമ്മൾ. അപ്പം നമ്മുടെ വിഷയം രാജ്മോഹൻ, ഈ സിനിമാ ലോകം കേവലം ഈ 500 പേര് മാത്രമുള്ള ഒരു അംഗത്വത്തിന് ഒരു എന്താ പറയുക ഒരു സ്ഥാനാർത്ഥിത്തിനോട് ഇങ്ങനെ പരസ്പരം തമ്മിൽ ചെല്ലുന്നത് ശരിയാണ്. നമ്മൾ രാഷ്ട്രീയക്കാർ അന്തം വിട്ടിരിക്കുന്നത് കണ്ട് അവിടെ ഇത്തരം പരിപാടി രാഷ്ട്രീയത്തിലെ എതിർപ്പും പ്രശ്നമൊക്കെ ഉണ്ടാക്കി പോലും അവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർ അങ്ങനെ പ്രശ്നക്കാരൊന്നും അല്ല ശരിക്കും. അവർ പരസ്പരം കാണുമ്പോൾ സ്നേഹത്തില്ല. എന്തൊരു വഴക്കും ബഹളം. ഈ വഴക്ക് കാണുമ്പോൾ ഇവർ നേരത്തെ ശത്രുക്കളായിരുന്നു തോന്നിപ്പോൾ പലതും കാണും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു അയോഗ്യയാക്കാനുള്ള പരിപാടിയുടെ ഭാഗമായിരിക്കും. ക്രിമിനൽ കേസുണ്ട്, അത് പറഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത കേസ് കൊടുത്താൽ മതിയല്ലോ. ക്രിമിനൽ കേസുകളോട് പങ്കെടുക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ നിയമമൊന്നും ഇല്ലെന്ന് തോന്നുന്നല്ലേ? അങ്ങനെ നിയമമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇല്ല, അതൊരു ഒരു ധാർമ്മിക വിഷയം വന്ന തോന്നുന്നു, അല്ലാതെ നിയമമായിട്ട് തോന്നുന്നില്ല അവിടെ. അല്ല, ഇതിന്റെ പേരും അതിന് പറയാമല്ലോ. എൻ്റെ ആണെങ്കിലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, ശ്വേതാമേനോന്റെ സമയം കറക്റ്റാണ്. കാരണം ദേവൻ നല്ലതായിട്ട് ഇപ്പം ദേവനും ശ്വേതാമേനും ഇപ്പം ഈ അമ്മയുടെ മത്സരത്തിൽ ഏറ്റവും വലിയ മത്സരം നടന്നുകൊണ്ടിരുന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്കായിരുന്നു. ദേവന് വലിയ ജനപ്രീതി സീനിയേഴ്സിൻ്റെ ഇടയിലും ആളുകളുടെ ഇടയിലൊക്കെ ദേവനുണ്ട്, ആ ജനപ്രീതിയുണ്ട്. അതേസമയം ശ്വേതാമേനോനെ ഈ ഔദ്യോഗിക പിന്തുണയുണ്ട്. മോഹൻലാലുമായിട്ട് വളരെ അടുപ്പാണെന്ന് തോന്നുന്നു ശ്വേതാമേനോൻ. മാത്രമല്ല ഔദ്യോഗിക സിദ്ധിക്ക് ഈ ഔദ്യോഗിക രംഗത്തൊരു പിന്തുണയുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ മത്സരം മൂർച്ഛിച്ച് വരുമ്പോഴാണ് ഇപ്പോൾ ഈ വിഷയം. ഇത് വാസ്തവത്തിൽ ഒരു സിനിമയിൽ അഭിനയിച്ച ക്ലിപ്പിങ്സ് എടുത്തിട്ട് അതിൻ്റെ പേര് വേശ്യാവൃത്തി എന്ന് പറഞ്ഞ് കേസെടുത്താൽ ഉറപ്പായിട്ടും ആളുകൾക്ക് ഒരു സഹതാപം, സ്വാഭാവിക ഒരു സംശയം നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ 70-ൽ ഇറങ്ങി അവളുടെ രാവുകള്, രയുന്നർ വേദം, വാടകയ്ക്കൊരു ഹൃദയം, ഇതുപോലെ സിനിമയിൽ അഭിനയിച്ച നിരന്തരം ജയഭാരതി, വാടകയ്ക്കൊരു ഹൃദയം, ഇതായവരൊക്കെ ഉണ്ട്. പക്ഷെ അതാ സിനിമയ്ക്ക് ചേർന്ന രീതിയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്, അല്ലാതെ അവർ വേറെ എന്ത് പ്രവർത്തനം നടത്തിയത്. മാത്രമല്ല ഷക്കീല്, അന്ന് പിന്നെ ഇവരെല്ലാവരും കൂട്ടത്തോട് ജയിലിടേണ്ടി, സിൽക്ക് സ്മിത, അനുരാധ, പഴയ ആളൊക്കെ ഉണ്ടല്ലോ. ഭയങ്കര കഷ്ടമല്ലേ? ഞാൻ പറഞ്ഞേ. അപ്പൊ ഇത് ശ്വേതാമേനോന് ഗുണം ചെയ്യും. വാസ്തവത്തിൽ ദോഷം ചെയ്യുന്നത് ദേവനായിരിക്കും. വളരെ എന്തായാലും അമ്മയുടെ കടുത്ത മത്സരത്തെക്കുറിച്ച് പറഞ്ഞു പോയി നമുക്കിത് അവസാനിപ്പിക്കാം. അമ്മയുടെ മത്സരം കടുത്താണ്. വലിയ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക്
രവീന്ദ്രനാണ് തോന്നുന്നത്. രവീന്ദ്രൻ ഇതുപോലെ സാമ്പത്തിക പശ്ചാത്തലമൊക്കെ ഉള്ള നല്ല സാമ്പത്തിക പശ്ചാത്തലം. അദ്ദേഹത്തിന്റെ അമ്മ ഡോക്ടറായിരുന്നു. അദ്ദേഹം വളരെ മിടുക്കനാണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആളാണ്, അഡാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആളാണ്. ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് തമിഴിൽ. പപ്പൻചാട്ടനായിരുന്നു ആ ഡയറക്ടർ, CP. അദ്ദേഹം പത്മകുമാറായിരുന്നു. പുള്ളി അരവിന്ദന്റെ പടത്തിന് മാത്രം ചെയ്തിട്ടുള്ള ആളാണ് ആർട്ട്. പക്ഷെ അങ്ങനെ അല്ലാതെ ചെയ്ത ഒരാൾ രവീന്ദ്രൻ സിനിമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ വലിയ അടുപ്പമുള്ള, അദ്ദേഹം ഒരു നല്ല മിടുക്കനായ ബുദ്ധിജീവിയൊക്കെ ഒരാളാണ്. അദ്ദേഹം കുക്കുവാണ്. നല്ല മത്സരം നടക്കുന്നു. ട്രഷറർ സ്ഥാനത്തേക്ക് അത് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ട്രഷറർ സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രനായിരുന്നു മുമ്പിൽ നിന്നിരുന്നത്. പക്ഷെ മറ്റേ ഉണ്ണി ശിവപാൽ അയാൾ പഴയ കുറെ സിനിമയിലൊക്കെ അഭിനയിച്ചു, ഫോർ ദ പീപ്പിളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് പുള്ളിക്കാരനെ ഈ അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ ഈ സോഫ്റ്റ്വെയറും ടെക്നോളജിയൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. വിദേശത്താണ്, പക്ഷെ പുള്ളി ഇവിടെ ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട്. പുള്ളിക്ക് നല്ല ഒരു എക്സ്പെർട്ടൈസ് ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള മത്സരവും നല്ല കടുത്ത മത്സരമാണ്. ഞാൻ ആദ്യം കരുതിയിരുന്നത് നമുക്കറിയാവുന്നൊരു പേര് അനൂപ് ചന്ദ്രനാകാൻ അനൂപിനെ മുമ്പിൽ, പക്ഷെ അനൂപും ഉണ്ണി ശിവപാലും തമ്മിൽ നല്ല മത്സരം. രവീന്ദ്രൻ കൊക്കും തമ്മിലുള്ള മത്സരം നമ്മൾ ആലോചിക്കുമ്പോൾ രണ്ടുപേരും ലോക സിനിമയെക്കുറിച്ചും ഇത്തരത്തിലുള്ള ബൗദ്ധികമായ കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണ ഉള്ളവരാണ് കാര്യമാണ്. പിന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് 3 പേര്. നാസർ ലത്തീഫ്, ജയൻ ചേർത്തലയും രശ്മി പ്രിയയും. ഈ ഇതിൻ്റെ അകത്ത് നാസർ ലത്തീഫിന് പണി കിട്ടിയത് മറ്റേ ഓഡിയോ പുറത്ത്. പക്ഷെ എന്നോട് ഒരു നടി പറഞ്ഞു ഇതൊക്കെ ആണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല വലിയ കാര്യമില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ ആ മത്സരത്തിൽ ആരെങ്കിലും ഒരാൾ തോക്കുപോകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും അമ്മയുടെ മത്സരം ചൂടുപിടിച്ച് മുമ്പോട്ട് പോവുകയാണ്. ദയവായി ഞങ്ങൾ സിനിമാ പ്രേക്ഷകർക്ക്, സിനിമാ താരങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഈ സംഘടന വെറും നിസ്സാരമായ 500 പേര് മാത്രം താഴെ അംഗത്വത്തിന് വേണ്ടി നിങ്ങളിങ്ങനെ പരസ്പരം തമ്മിൽ ചാവരുത്. ഇത് പരസ്പരം ഇളക്കി വിട്ട് ആ രംഗത്ത് വന്നാലും ഖേദകരമാണ്. മൊത്തത്തിൽ സിനിമാ താരങ്ങൾക്കും മലയാള സിനിമയ്ക്കും ദോഷം ചെയ്യും. ഇതുകൊണ്ട് എത്രയോ പേര് ജീവിക്കുന്നുണ്ട്. പഴയ കലാകാരന്മാർ പെൻഷൻ തുക കൊണ്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. വളരെ അത് ഒരുപാട് പാവങ്ങൾ. ദയവായി തമ്മിൽ നിർത്തണം. അർഹതകളോട് ജയിക്കട്ടെ, ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, എല്ലാവർക്കും യോഗ്യതയുണ്ടെന്ന്. ഇങ്ങനെ കള്ളക്കഥകളി, ഒരാളെ വേശ്യ എന്ന് വിളിക്കുക, വേശ്യാവൃത്തി ചുമത്തുക, ഇതൊക്കെ അങ്ങേയറ്റം ഖേദകരമാണ്. അപ്പോൾ ഒരു സ്ത്രീ, അന്തസ്സായി ജീവിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ വേശ്യാവൃത്തി നടത്തി എന്നതിൻ്റെ പേര് ഒരു FIR അവിടെ വന്നാൽ അവരുടെ കരിയറിനെ പോലും ബാധിക്കുന്ന, അവരുടെ ജീവിതത്തെ, അവരുടെ ഭാവിയെ ബാധിക്കുന്ന ഒരിക്കലും അത്തരം വൃത്തികേടുകൾ നിങ്ങൾ കൂട്ടുനിൽക്കരുത്. ദയവായി പോലീസും ഈ നാടകത്തിൻ്റെ ഭാഗമാവരുത്. പോലീസ് എത്രയും വേഗം കേസ് അന്വേഷിച്ചിട്ട് ആ FIR റെഫർ ചെയ്യണം, കോടതിയിൽ സമർപ്പിക്കണം. ഇത് വ്യാജമാണ് എന്ന് പറഞ്ഞ് അന്വേഷിച്ച് സമർപ്പിച്ച് അവരുടെ അന്തസ്സിന്, അവരുടെ സ്ത്രീ എന്നതിൽ അവരുടെ അന്തസ്സിനെ സംരക്ഷിക്കണം. അത് പോലീസിൻ്റെ ബാധ്യതയാണ്. അമ്മ സംഘടനയിലെ അംഗങ്ങൾ ദയവായി ഈ ചക്രാത്തി പോരാട്ടം അവസാനിപ്പിച്ച് മലയാള സിനിമയെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.